യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന നിയമപ്രതിസന്ധികൾ കേവലം ഒരു ക്രിമിനൽ കേസിനപ്പുറം അത്യന്തം സങ്കീർണമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പശ്ചാത്തലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. 3 ബലാത്സംഗ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട അദ്ദേഹം ആദ്യ 2 എണ്ണത്തിൽ ജാമ്യം നേടിയെങ്കിലും മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ്. എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം വിസ്മൃതിയിലേക്ക് തള്ളാൻ ശ്രമിക്കുമ്പോഴും പോരാട്ടം ഡിജിറ്റൽ ലോകത്ത് അതിശക്തമായി തുടരുന്നു. രാഹുൽ ആർമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സൈബർ അനുയായികൾ കേസിലെ വൈരുദ്ധ്യങ്ങൾ ഒന്നൊന്നായി പുറത്തുവിട്ട് ഒരു പ്രത്യാക്രമണത്തിന് തുടക്കമിടുകയാണ്. മാധ്യമങ്ങൾ ചമച്ച സ്ത്രീ പീഡകൻ എന്ന ബിംബം തകരുകയും പകരം ഇതൊരു രാഷ്ട്രീയ തിരക്കഥയാണെന്ന വാദം പൊതുമധ്യത്തിൽ ശക്തമാകുകയും ചെയ്യുന്ന കാഴ്ചയാണിത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് നാടകത്തിന് തുടക്കമിട്ടത് നടി റിനി ആൻഡ് ജോർജിൻ്റെ അവ്യക്തമായ വെളിപ്പെടുത്തലുകളായിരുന്നു. ഒരു ചാനൽ അഭിമുഖത്തിൽ പേര് പറയാതെയും വ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കാതെയും അവർ നടത്തിയ പരാമർശങ്ങളെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിവേഗം ആയുധമാക്കി. രാഹുലിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ഒരു സംഘടിത നീക്കത്തിൻ്റെ കാറ്റലിസ്റ്റായി റിനി മാറുകയായിരുന്നു. ഈ ഒരു വിവാദത്തിൻ്റെ വികാസം അത്യന്തം കൃത്യതയോടെയാണ് ആസൂത്രണം ചെയ്യപ്പെട്ടത്. അതായത് രാഹുലിനെ പരോക്ഷമായി ലക്ഷ്യമിട്ട് റിനി ആൻഡ് ജോർജ് നടത്തിയ വെളിപ്പെടുത്തൽ. പ്ലാറ്റ്ഫോമുകളും ചാനലുകളും ഈ പ്രസ്താവനയെ രാഹുലിനെതിരായ കുറ്റപത്രമായി അവതരിപ്പിച്ചു. പരാതിക്കാരെ തേടി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇതിനെ തുടർന്ന് 3 വ്യത്യസ്ത കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും രാഹുലിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. CPI വനിതാ നേതാവായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് വെറുമൊരു രാഷ്ട്രീയ കൂടുമാറ്റമല്ല, മറിച്ച് ഗൂഢാലോചനയുടെ ഉള്ളറിയാവുന്ന ഒരു സാക്ഷിയുടെ സ്ട്രാറ്റജിക് ഡിഫെക്ഷനാണ്. റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാഹുലിനെതിരെ പരാതി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് ലഭിച്ച ഫോൺ കോളിനെക്കുറിച്ച് അവർ വെളിപ്പെടുത്തിയത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു. ഇടതു കോട്ടയായിരുന്ന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അവർ നേടിയ വിജയം യഥാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ ഒരു റഫറൻഡമായിരുന്നു. മാധ്യമക്കണികൾക്കെതിരെ അവർ സ്വീകരിച്ച നിലപാടിലുള്ള ജനകീയ അംഗീകാരമായി ആ വിജയം മാറി. റിനി ആൻഡ് ജോർജിൻ്റെ സ്വകാര്യ ഡിജിറ്റൽ ഇടപാടുകളെക്കുറിച്ച് ശ്രീനാദേവി നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകൾ രാഹുലിനെതിരായ പരാതികളുടെ വിശ്വാസ്യതയെ പൂർണ്ണമായും തകർത്തു കളയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്ന് അവകാശപ്പെടുന്ന റിനി ആൻഡ് ജോർജിൻ്റെ വിശ്വാസ്യതയെ തന്നെ തകർത്തു കളയുന്നതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഉയർത്തിയ ചോദ്യങ്ങൾ. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് പിന്നീട് അയാളെ അർദ്ധരാത്രിയിൽ ടെലിഗ്രാം സീക്രട്ട് ചാറ്റിലേക്ക് ക്ഷണിക്കുന്നത് എന്ന ലളിതമായ ചോദ്യം ഒരു ഗൂഢാലോചനയുടെ മുഴുവൻ കാപട്യവും തുറന്നു കാട്ടുന്നു. രാത്രി ഏതാണ്ട് 12:30 സമയം പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശമായി തോന്നിയ ഒരാളെ എന്തിനാണ് ഇവർ വീഡിയോ കോൾ ചെയ്തത്? അയാളോട് പ്ലീസ് കം ടു ടെലിഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? ഇതുപോലെ വാക്കും പ്രവൃത്തിയും 2 ദിശകളിലാണെങ്കിൽ ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്ന് സംശയിക്കേണ്ടി വരും. ഒരേ സമയം ഇരയെന്ന് സ്വയം അവകാശപ്പെടുകയും എന്നാൽ അർദ്ധരാത്രിയിൽ എൻക്രിപ്റ്റഡ് ഇൻറ്റിമസി ആഗ്രഹിക്കുകയും ചെയ്യുക തികഞ്ഞ വൈരുദ്ധ്യമാണ്. സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുന്നണി പോരാളിയായി ചമയുന്ന റിനിയുടെ ഈ ഇരട്ടത്താപ്പ് അവരുടെ പൊതുപ്രതിച്ഛായയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന ഒന്നായിരുന്നു. ശ്രീനാദേവിയുടെ വെളിപ്പെടുത്തലുകൾ വന്നതോടെ റിനി ആൻഡ് ജോർജ് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് തികഞ്ഞ ഒരു തടിതപ്പൽ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്നും പരാതി നൽകിയിട്ടില്ലെന്നും അവകാശപ്പെട്ട് കേസുകളിൽ നിന്ന് അകലം പാലിക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ രാഹുലിൻ്റെ അറസ്റ്റ് സമയത്ത് അവർ നടത്തിയ ആഹ്ലാദ പ്രകടനങ്ങളും നൽകിയ മാധ്യമ ബൈറ്റുകളും രാഹുൽ ആർമി കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡിജിറ്റൽ തെളിവുകൾക്ക് മുന്നിൽ താൻ പരോക്ഷമായി സൃഷ്ടിച്ചെടുത്ത കേസിൻ്റെ ഭാരം ഏൽക്കാൻ കഴിയാതെ അവർ പിന്മാറുകയാണ്. അർദ്ധരാത്രിയിലെ ടെലിഗ്രാം ചാറ്റുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞു മാറുന്നത് വഴി റിനി ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറുകയായിരുന്നു എന്ന സംശയം ബലപ്പെടുന്നു. ഈ കേസിലെ ഏറ്റവും വലിയ സ്മോക്കിംഗ് ഗൺ പുറത്തെടുത്തത് രാഹുലിൻ്റെ സുഹൃത്തും കേസിലെ സഹപ്രതിയുമായി ചിത്രീകരിക്കപ്പെടുന്ന പെന്നി നൈനാൻ ആണ്. റിനി ആൻഡ് ജോർജിൻ്റെ ടൈം ലൈനിലെ അവിശ്വസനീയമായ പൊരുത്തക്കേടുകൾ അദ്ദേഹം തുറന്നുകാട്ടി. ഇവിടെ ബെന്നി ഉന്നയിക്കുന്ന അതിനിർണായകമായ ആരോപണങ്ങളാണ്. മൂന്നാമത്തെ പരാതിക്കാരിയുമായി റിനി 2025 ഓഗസ്റ്റിൽ തന്നെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഔദ്യോഗികമായി പരാതി നൽകുന്നത് മാസങ്ങൾക്ക് ശേഷം 2026 ജനുവരിയിലാണ്. മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരമൊരു തിരക്കഥ തയ്യാറായിരിക്കുന്നു എന്നതിന് ഇതിലും വലിയ തെളിവ് വേറില്ല. പരസ്പര സമ്മതപ്രകാരം നടന്ന ബന്ധങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനായി ബലാത്സംഗ കേസുകളാക്കി മാറ്റുന്ന ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇവിടെ നടന്നതെന്ന് ഫെന്നി ആരോപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസ് ഇപ്പോൾ ഒരു നിയമ പോരാട്ടത്തിൽ നിന്ന് ഗൂഢാലോചനയുടെ കുരുക്കുകൾ അഴിയുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. കേവലം ക്രിമിനൽ ആരോപണങ്ങൾ എന്ന നിലയിൽ തുടങ്ങിയ ഈ സംഭവ പരമ്പര ഡിജിറ്റൽ തെളിവുകളുടെയും രാഷ്ട്രീയ വഞ്ചനകളുടെയും സങ്കീർണമായ വലകണ്ണിയാണെന്ന് ഇന്ന് പകൽ പോലെ വ്യക്തമാണ്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വെളിപ്പെടുത്തലുകളും ഫെന്നി നൈനാൻ പുറത്തുവിട്ട അവിശ്വസനീയമായ ടൈം ലൈനുകളും കേസിലെ പരാതിക്കാരുടെയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെയും വിശ്വാസ്യതയെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. കോടതി മുറികളിൽ നിയമം അതിന് വഴിക്ക് നീങ്ങുമ്പോൾ പൊതുജനത്തിൻ്റെ കോടതിയിൽ ഈ മുന്നണി പോരാളികൾ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഡിജിറ്റൽ കാൽപ്പാടുകൾ മായാതെ നിൽക്കുന്ന ഈ കാലത്ത് തിരക്കഥയ്ക്ക് അധികകാലം ആയുസ്സുണ്ടാകില്ലെന്ന യാഥാർത്ഥ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കേസ് തെളിയിക്കുന്നത്.